വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12 ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് അല്ലേ, അതായത് നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോ വരെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തൊരു ഹെഡിങ് ആണ് നോക്കുന്നത്, ഡിഫറൻസിയേഷൻ ബൈ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വേറൊരു രൂപത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാകും. ആ ഫംഗ്ഷൻ്റെ അതിനെ നമ്മൾ ഇപ്പം പല രീതിയിൽ പല സ്റ്റെപ്പുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ വേറൊരു ഇതിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്, മാറ്റുന്നത്. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഡിഫറൻഷിയേറ്റ്. ഞാൻ ഈ DIFF എന്ന് എഴുതിയിരിക്കുന്ന ഡിഫറൻഷിയേറ്റിനാട്ടോ നീട്ടി പിടിച്ച് എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈ സാധനത്തെയാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യും, വേറൊരു ഫോമിലോട്ട് ഇതിനെ മാറ്റും. അതിനുശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകൾ നിങ്ങൾ ഓർത്തിരുന്നോണം. ഇപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനായിട്ട് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് നെയിം ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്കൊരു നെയിം കൊടുക്കാം, y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഞാൻ ഇതിനൊരു നെയിം ചെയ്തു, y എന്ന് നെയിം ചെയ്തു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫംഗ്ഷൻ കണ്ടോ, ഈ ഫംഗ്ഷൻ്റെ അകത്ത് എക്സ് എവിടെയൊക്കെ ഉണ്ടോ ആ എക്സിനൊക്കെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട് പോകുക. ആ എക്സിനൊക്കെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ആ എക്സിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്, എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇതിൽ നിന്ന് നമ്മൾ ഈ തീറ്റയുടെ വാല്യൂവും കൂടെ കണ്ടുപിടിച്ച് വെക്കണം. ഓക്കെ, തീറ്റയുടെ വാല്യൂ കണ്ട് ഈ ടാനിനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എന്ത് വരും, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആ ടേമിന് നമ്മളൊരു നെയിം ചെയ്തു y എന്ന്. അതിനുശേഷം ഈ ഫംഗ്ഷനകത്ത് എക്സിന് നമ്മളൊരു വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്, അത് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമ്മൾ ഇട്ട് കൊടുക്കുക. എക്സിന് നമ്മൾ എന്താ ഇട്ട് കൊടുക്കുന്നത്, ടാൻ തീറ്റ. അതിൽ നിന്ന് തന്നെ തീറ്റയ്ക്ക് ഒരു വാല്യൂയും കൂടെ നമുക്ക് ഇത് നമുക്ക് ആവശ്യം വരും, ഇതിൻ്റെ അവസാനത്തേക്ക് നമുക്ക് ആവശ്യം വരും. അതിന് വേണ്ടിയിട്ടാണ് ഇത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടാൻ തീറ്റ എന്ന് ക്വസ്റ്റ്യനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2, എക്സിന് പകരം ഇനി എന്താ ഇട്ട് കൊടുക്കണ്ടേ, ടാൻ തീറ്റ. അപ്പോൾ 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് പകരം അപ്പോൾ എന്ത് വരും, ടാൻ സ്ക്വയർ തീറ്റ. കണ്ടോ, ആ എക്സ് ഉള്ളിടത്തൊക്കെ നമ്മൾ ഈ ടാൻ തീറ്റനെ അങ്ങ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഈ 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ +1 പഠിച്ചൊരു റിസൾട്ടാണ്. +1 നമ്മൾ ട്രിഗ്നോമെട്രിയിൽ ഈ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച റിസൾട്ട് ഇതാണ്, ഞാൻ കാണിച്ചു തരാം. അതായത് 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇതിന് നമ്മൾ പഠിച്ച റിസൾട്ട് എന്ന് പറയുന്നത് സൈൻ 2 തീറ്റയാണ്. അതായത് സൈൻ 2 തീറ്റയുടെ വാല്യൂ ആണ് 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനത്തിന് പകരം നമുക്ക് അവിടെ എന്തിട്ട് കൊടുക്കാം, സൈൻ 2 തീറ്റ ഇട്ട് കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ നമ്മളുടെ റിസൾട്ട് എന്തായിട്ട് മാറും, y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇതിന് പകരം ഞാൻ ഇനി സൈൻ 2 തീറ്റ ഇട്ട് കൊടുക്കാനായിട്ട് പോകുവാണ്. അപ്പം എന്ത് വരും, y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ. അപ്പം ഞാൻ ആ റിസൾട്ട് അവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് നമ്മൾ +1 പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. ഞാൻ ഈ എഴുതിയിരിക്കുന്ന റിസൾട്ടുകൾ നിങ്ങൾ ഇതിൻ്റെ സൈഡിലായിട്ട് എവിടെയാണോ നിങ്ങളിത് ഉപയോഗിക്കുന്നത് അതിൻ്റെ സൈഡിലായിട്ട് എഴുതി വെച്ചേക്കണം, അല്ലെ പിന്നീട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സൈൻ 2 തീറ്റ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ, അതായത് ഇതിന് നമ്മളൊരു റിസൾട്ട് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ്, ഇങ്ങനൊരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ അതെന്താ, എക്സ്. ഈ എക്സ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്തായിരിക്കും, ഈ എക്സ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കേസിൽ നോക്കിക്കേ, y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്, 2 തീറ്റ. കണ്ടോ, ഇതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, y ഇസ് ഈക്വൽ ടു 2 തീറ്റ എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ തുടക്കത്തിൽ നമ്മളൊരു സാധനം നമ്മളവിടെ എഴുതി വെച്ചിരുന്നു, ഞാൻ ലാസ്റ്റ് ആവശ്യം വരുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നോക്കിക്കേ, തീറ്റ ഈക്വൽ ടു നമ്മളൊരു വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചില്ലേ, ടാൻ ഇൻവേഴ്സ് എക്സ്. ഇനി നമ്മൾ അതിവിടെ ഇട്ട് കൊടുക്കാനായിട്ട് പോകും. ഈ തീറ്റയുടെ സ്ഥാനത്തേക്ക് നമ്മളത് ഇട്ട് കൊടുക്കാനായിട്ട് പോകുവാണ്. അപ്പോൾ എന്ത് വരും, y ഇസ് ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് വൈക്ക് ഒരു വാല്യൂ കിട്ടിയില്ലേ. നമുക്ക് തുടക്കത്തിൽ എന്തായിരുന്നു തന്നിരുന്നത്, സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നായിരുന്നു തന്നിരുന്നത്. അതിനെ നമ്മൾ നെയിം ചെയ്തു, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അതിനെ ഏത് രീതിയിലോട്ട് മാറ്റി, y ഇസ് ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന ഫോമിലോട്ട് മാറ്റി. ഇനിയാണ് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡിഫറൻഷിയേറ്റ്
വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അപ്പോൾ എന്താ? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇതൊരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോമിലല്ലേ കിടക്കുന്നത്? കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോമിലാണെങ്കിൽ നമ്മൾ കോൺസ്റ്റൻറ്റിനെ വെളിയിൽ ഇട്ടിട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. അപ്പോൾ 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ? ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ റിസൾട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താ വരുന്നത്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ റിസൾട്ട് എന്താ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്, സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഈ 2ഉം ഈ 1ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 2/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ റിസൾട്ടും കൂടെ ഇതിൻ്റെ ഒപ്പം ഞാൻ എഴുതി വെക്കാം, അത് നിങ്ങൾ സൈഡിലോട്ട് എഴുതി വെച്ചേക്കണം. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? ട്രാൻസ്ഫോർമേഷൻ, ഡിഫറൻസിയേഷൻ ബൈ ട്രാൻസ്ഫോർമേഷൻ. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് അതിനെ മാറ്റിയതിന് ശേഷം നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഒരു ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2x/1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. നമുക്കിവിടെ എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് 2x/1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെന്താ ഒരു നെയിം ചെയ്യാം. അപ്പോൾ എന്താ വരുന്നത്? y ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2x/1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നെയിം ചെയ്തു. അടുത്ത് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? നമ്മൾ ഇതിനകത്ത് എക്സിന് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സിന് എന്താ? ടാൻ തീറ്റ തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ തീറ്റയ്ക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് ഈ ടാനിനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ എക്സിൻ്റെ വാല്യൂ നമ്മളിത് ഈ ക്വസ്റ്റ്യൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുക. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? y ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2, എക്സിന് പകരം ടാൻ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഇനി നമുക്കിത് ഇതിൻ്റെ റിസൾട്ടാണ് വേണ്ടത്. ഇത് 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. നമ്മളിതും ഇവിടെ +1 പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ഇതിന് നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ടാൻ 2 തീറ്റ എന്നുള്ളതാണ്. ഓക്കെ, 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ, അതിൻ്റെ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ടാൻ 2 തീറ്റ. സൈഡിലേക്ക് നിങ്ങൾ എഴുതി വെച്ചിരിക്കണം. അപ്പോൾ ഈ സാധനമാണ് ഇനി ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അത് അവിടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? y ഇസ് ഈക്വൽ ടു y ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, ഇതിന് പകരം ഞാൻ എന്താ കൊടുക്കുന്നതെന്ന് പറഞ്ഞത്? ടാൻ 2 തീറ്റ, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 2 തീറ്റ. ഓക്കെ, ഇനി ഇതിനൊരു റിസൾട്ട് വേണം. ഇത് നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ എന്താ പണ്ട് ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലേ? എന്താണ്? നേരത്തെ നമ്മൾ സൈനിൻ്റെ കേസിലാണ് പഠിച്ചത്. ഇപ്പോൾ ഇത് ടാനിൻ്റെ കേസിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ്. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? ഈ എക്സ് തന്നെയാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് വന്നാലും എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ കേസിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 2 തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ എന്തായിരിക്കും അവിടെ വരുന്നത്? y ഇസ് ഈക്വൽ ടു എന്ത് വരും? y ഇസ് ഈക്വൽ ടു 2 തീറ്റ എന്ന് വരും അല്ലേ? ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 2 തീറ്റ, അതിൻ്റെ റിസൾട്ട് എന്താ വരുന്നത്? 2 തീറ്റ എന്നാണ് വരുന്നത്. അതായിരിക്കും നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളവിടെ റിസൾട്ട് അപ്ലൈ ചെയ്തു. ഇനി തുടക്കത്തിൽ നമ്മളിവിടെ തീറ്റയ്ക്ക് ഒരു വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ഇനി ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താ ഇവിടെ വരുന്നത്? y ഇസ് ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളുടെ തുടക്കത്തിൽ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് 2x/1 മൈനസ് എക്സ് സ്ക്വയർ. അതിനെ ഏത് ഫോമിലോട്ട് നമ്മൾ മാറ്റി? y ഇസ് ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന ഫോമിലോട്ട് മാറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എന്താ വരുന്നത്? dy by dx is equal to d by dx of 2 tan inverse x അല്ലേ? അപ്പോൾ ഇത് നോക്കിക്കേ, കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? കോൺസ്റ്റൻറ്റിനെ എടുത്ത് വെളിയിലിട്ടിട്ട് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ dy by dx is equal to കോൺസ്റ്റൻറ്റിനെ വെളിയിലോട്ട് ഇടുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു d by dx of
ടാൻ ഇൻവേഴ്സ് എക്സ്. 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ എന്താ ഡയറക്റ്റ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ ഈ 2ഉം ഈ 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2/1 പ്ലസ് എക്സ് സ്ക്വയർ. കണ്ടോ? ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ഒരേപോലെയാണ് നമ്മുടെ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്താൽ മതി. എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ വ്യത്യാസം വരുവാണെങ്കിൽ അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഏത് ക്വസ്റ്റ്യനിൽ എന്താണ് അവിടെ ഡിഫറൻറ്റ് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും നമ്മൾ ഒരേ ഫോർമാറ്റിൽ തന്നെയാണ് ചെയ്തത്. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ ഇത് രണ്ടും എഴുതി പഠിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണിത്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് നമുക്ക് തന്നിട്ടുള്ള കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് നെയിം ചെയ്യാം. എന്താണ്? y ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പം നമ്മൾ ആദ്യം അതിനെ നെയിം ചെയ്തു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്തായിരുന്നു ചെയ്തത്? അല്ലേ, ഇതിനകത്തുള്ള അതായത് നമുക്ക് തന്നിട്ടുള്ള ഈ ഫംഗ്ഷൻ്റെ അകത്ത് എക്സിന് നമ്മളൊരു വാല്യൂ ഇട്ട് കൊടുക്കും. അല്ലേ, എക്സിന് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഏതാ? ഇവിടെയും നമ്മൾ ടാൻ തീറ്റ തന്നെയാണ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അതിൽ നിന്ന് നമ്മൾ ഈ തീറ്റ കണ്ടുപിടിക്കാം. ഓക്കെ, അതിനെന്താ ഈ തീറ്റയ്ക്ക് ഒരു വാല്യൂ കിട്ടാനായിട്ട് ഈ ടാൻ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ എക്സിൻ്റെ വാല്യൂ അതായത് എക്സിന് നമ്മൾ എന്താണ് ഇട്ട് കൊടുക്കാനായിട്ട് എടുത്തത് അത് അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരുന്നത്? y ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതെന്താ വരുന്നത്? ടാൻ സ്ക്വയർ തീറ്റ അല്ലേ ബൈ 1 പ്ലസ് ഇവിടെയും എക്സ് സ്ക്വയർ തന്നെയാണ്. അപ്പോൾ അവിടെ എന്ത് തന്നെ വരും? ടാൻ സ്ക്വയർ തീറ്റ എന്ന് തന്നെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിന് എന്തിട്ട് കൊടുത്തു? വാല്യൂ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ റിസൾട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇത് നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കോസ് 2 തീറ്റയാണ്. അതൊരു സൈഡിലോട്ട് എഴുതി വെച്ചേക്കണം. ഇതിൻ്റെ റിസൾട്ട് നമ്മളിവിടെ എന്താ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്? കോസ് 2 തീറ്റയാണ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതൊരു ബോക്സിലിട്ട് വെച്ചേക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഇതിൻ്റെ ഒപ്പം താഴെ എഴുതി വെക്കാനുള്ളതല്ല, സൈഡിലായിട്ട് എഴുതി വെക്കാനായിട്ടുള്ളതാണിത്. ഓക്കെ, അപ്പോൾ ഞാൻ y ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അതിന് പകരം ഞാൻ റിസൾട്ട് അപ്ലൈ ചെയ്യുവാണേ. അപ്പോൾ എന്താ വരുന്നത്? y ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എന്താ നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞത്? കോസ് 2 തീറ്റ. ഓക്കെ, അത് ഇതിൻ്റെ റിസൾട്ട് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയുടെ റിസൾട്ടാണ് കോസ് 2 തീറ്റ. ഇനി ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ്. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഈ റിസൾട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരുന്നത്? y ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2 തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 2 തീറ്റ ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ എന്താ നേരത്തെ കണ്ടുപിടിച്ച തീറ്റയുടെ വാല്യൂ ഇവിടെ നമ്മൾ തീറ്റയ്ക്ക് ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. ഇത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കാൻ പോവുക. അപ്പോൾ എന്ത് വരും? 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താ വരുന്നത്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇതെന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? കോൺസ്റ്റൻറ്റിൻ്റെ വെളിയിലിട്ടിട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവും കൂടെ അവിടെ എഴുതിയാൽ മതി. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു അതായത് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി ഈ 2ഉം ഈ 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനൽ ആൻസർ ആകും ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2/1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിപ്പം 3 എക്സാമ്പിൾസ് നോക്കി. 3 എക്സാമ്പിളും നമ്മൾ ഒരേ പാറ്റേണിലാണ് ചെയ്തത്. അതിലും ഇൻട്രസ്റ്റിംഗ് എന്താ? ഈ 3ൻ്റെയും ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എന്താ സെയിം ആണ് വന്നാൽ അല്ലേ? 3ൻ്റെയും ആൻസർ നമുക്ക് കിട്ടിയത് 2/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ അടുത്ത എക്സാമ്പിളാണിത്. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്
ഇഫ് വൈ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, ഓൾറെഡി നെയിം ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? dy ബൈ dx കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് താഴോട്ടേക്ക് എടുത്തെഴുതാം. y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ നെയിം ചെയ്ത് ഓൾറെഡി തന്നിട്ടുള്ളത് കൊണ്ട് ആ ക്വസ്റ്റ്യൻ അതേപടി നമ്മൾ താഴോട്ടേക്ക് എടുത്തെഴുതി. ഇനി എന്താ, ഇതിനകത്തെ എക്സിന് നമ്മളൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇവിടെയും ടാൻ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇതിൽ നിന്ന് തീറ്റയ്ക്ക് നമ്മളൊരു വാല്യൂ കണ്ടുപിടിക്കും. ഈ ടാനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും എന്ത് വരും? വൈ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 2 എക്സിന് പകരം ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ അല്ലേ, എക്സ് സ്ക്വയർ അല്ലേ, അപ്പോൾ അവിടെ എന്ത് വരും? ടാൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഓക്കെ, ഇനി നമ്മളിത് ഇതിൻ്റെ റിസൾട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. എന്താ, നമ്മൾ നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയായിരുന്നു. എന്താണ്? 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്തിൻ്റെ റിസൾട്ടാണ്? സൈൻ 2 തീറ്റയുടെ റിസൾട്ടാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഇത് പ്ലസ് 1 നമ്മൾ പഠിക്കുന്നതാണ്. തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മളിത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം നമ്മൾ എന്താ ഇട്ട് കൊടുക്കാൻ പോകുന്നത്? സൈൻ 2 തീറ്റയാണ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വരുമായിരിക്കും? വൈ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ എന്നായിരിക്കും അത് വരുന്നത്. വൈ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ. ഓക്കെ, ഇനി നമ്മളിത് നേരത്തെ നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ആയിരുന്നു അകത്ത് വന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് റിസൾട്ട് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ കേസിൽ നോക്കിക്കേ, നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സൈൻ 2 തീറ്റേനെ നമുക്ക് വേറൊരു റിസൾട്ടും കൂടെ അപ്ലൈ ചെയ്തൊന്ന് മാറ്റി എഴുതാം. അപ്പോൾ സൈൻ 2 തീറ്റയ്ക്ക് പകരം നമ്മളിവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് സൈൻ 2 തീറ്റ ഈക്വൽ ടു കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് 2 തീറ്റ. നമ്മളിവിടെ സൈൻ 2 തീറ്റയ്ക്ക് പകരം നമ്മളിവിടെ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതാണ്, കോസ് പൈ ബൈ 2 മൈനസ് 2 തീറ്റ. അപ്പോൾ അതവിടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നോക്കിക്കേ, y is equal to cos inverse of cos pi by 2 minus 2 theta. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ടിലോട്ട് വന്നില്ലേ? കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ടാണ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ്. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്ത് വരും? നമ്മൾ പഠിച്ചത് എക്സ് വരുമെന്ന് അല്ലേ. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്താണ്? എക്സ് വരുമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് പൈ ബൈ 2 മൈനസ് 2 തീറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? y is equal to പൈ ബൈ 2 മൈനസ് 2 തീറ്റ എന്നായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് ഈ തീറ്റയ്ക്ക് നമ്മൾ നേരത്തെ ഇവിടെ ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചില്ലേ, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അത് നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? y is equal to പൈ ബൈ 2 മൈനസ് 2 ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമ്മൾ തീറ്റയ്ക്ക് വാല്യൂ ഇട്ട് കൊടുത്തു. ഇനി എന്താ, അടുത്ത സ്റ്റെപ്പാണ് നമ്മളിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനെ നമ്മളിനി ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എന്താ വരുന്നത്? dy by dx is equal to d by dx of pi by 2 minus 2 tan inverse x. Okay, dy by dx is equal to, ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന ഫോർമാറ്റിലാണ്. അപ്പോൾ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? d by dx of pi by 2 മൈനസ് d by dx of 2 tan inverse x. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ dy by dx is equal to പൈ ബൈ 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ഇതൊരു കോൺസ്റ്റൻ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലല്ലേ. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ നമ്മൾ വെളിയിലിട്ട് എന്തിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും? ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. അപ്പോൾ 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. dy by dx is equal to അല്ലേ, 0 മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? മൈനസ് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 by 1 പ്ലസ് എക്സ് സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ ഇതേ ഈ മൈനസ് 2ഉം ഈ 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? dy by dx is equal to മൈനസ് 2 by 1 പ്ലസ് എക്സ് സ്ക്വയർ. കണ്ടോ, ഇതായിരിക്കും നമ്മളുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻസിയേഷൻ ബൈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ 4 എക്സാമ്പിൾസ് ആണ് നമ്മളിന്ന് നോക്കിയത്. 4ഉം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, നല്ല രീതിയിൽ തന്നെ എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്